കോൺഫിഡൻസിനെ എങ്ങനെ ബിൽഡ് ചെയ്യാം? കോൺഫിഡൻസ് ഇല്ല, സെൽഫ് ലവ് ഇല്ല, അഹങ്കാരം, കുശുമ്പ്, അസൂയ, നിരാശ, ഈ കാര്യങ്ങളൊക്കെ ഒരു മനുഷ്യനുണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള അവസ്ഥകളാണ്. ഇതൊക്കെ മാറ്റുന്നതിന് മുന്നേ ഇതൊക്കെ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. ബേസിക്കലി കോൺഫിഡൻസ് ഇല്ലായ്മ എന്ന് പറയുന്നത് എന്താണ്? ചിന്തകളാണ്. മറ്റുള്ളവരെന്ത് ചിന്തിക്കും, ഞാൻ തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന കാര്യങ്ങൾ സംഭവിക്കൂലേ, ഞാൻ ഇതിലേക്കൊക്കെ ഓക്കെ ആണോ എന്നുള്ള ചിന്തകളാണ് കോൺഫിഡൻസ് ഇല്ലായ്മ എന്നുള്ള സ്റ്റേജിലേക്ക് രൂപാന്തരപ്പെടുന്നത്. അഹങ്കാരം എന്ന് പറയുമ്പം അവരെക്കാൾ മേലെയാണ് ഞാൻ എന്നുള്ള ചിന്തയാണ് അഹങ്കാരം എന്നുള്ള സ്റ്റേറ്റിലേക്ക് നയിക്കുന്നത്. നിരാശയാണെങ്കിലും മറ്റ് ഏത് ഇമോഷൻസ് നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിലും, ഏത് സ്റ്റേറ്റ് നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിലും, ഇതൊക്കെ കുറച്ച് ചിന്തകൾ ഇങ്ങനെ കൂടി നിൽക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു രൂപം മാത്രമാണ് അല്ലേ. ഇപ്പം ഈ രൂപത്തിന് നമ്മൾ ഇല്ലാതാക്കണമെങ്കിൽ ഏതുകൊണ്ടാണോ ആ രൂപം ഉണ്ടായത് ആ കാര്യങ്ങളല്ലേ നമ്മൾ ഇല്ലാതാക്കേണ്ടത്. അതായത് നമ്മൾക്ക് കോൺഫിഡൻസ് ഇല്ല എന്ന് പറയുമ്പം എന്തുകൊണ്ട് ഇല്ല എന്നുള്ളതിൻ്റെ കുറച്ച് ചിന്തകളുണ്ട്. ആ ചിന്തകളെ നമുക്ക് റെഡിയാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കോൺഫിഡൻസ് ഇല്ല എന്നുള്ള സ്റ്റേറ്റിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ മുളക് കഴിക്കുന്ന സമയത്ത് എനിക്ക് എരിയും. അപ്പം എനിക്ക് എരിയാതിരിക്കണമെങ്കിൽ ഞാൻ ആ മുളക് കഴിക്കാതിരിക്കണം. അപ്പം മുളക് വായിലിടുകയും ചെയ്യും. എനിക്ക് എരിയണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യമില്ല എന്നുള്ളതുപോലെ നമ്മൾ ഇങ്ങനെയുള്ള ചിന്തകൾ ചിന്തിക്കുകയും ചെയ്യും. എന്നിട്ട് എനിക്ക് കോൺഫിഡൻസ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺഫിഡൻസ് വരില്ല. നമ്മൾ ചിന്തിക്കുന്ന ചിന്തൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള ഇമോഷൻസും സ്റ്റേറ്റും മാത്രമാണ് നമ്മളിലേക്ക് സംഭവിക്കുക എന്നുള്ളതാണ്. സോ നമ്മൾക്ക് നമ്മളുടെ ചിന്തകളെ ട്രെയിൻ ചെയ്തിട്ട് നമ്മളുടെ ചിന്തകളെ ക്വാളിറ്റി ഉള്ളതാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടെങ്കിൽ, ആ ചിന്തകൾ ക്വാളിറ്റി ഉള്ളതാകുമ്പം ഓക്കെ ഞാൻ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ഇന്ന രീതിയിലൊക്കെ തകർക്കും എന്നുള്ള പോസിറ്റീവായിട്ടുള്ള ചിന്ത വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ കോൺഫിഡൻസ് വന്നു. അവിടെ കോൺഫിഡൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മളുടെ ചിന്തകളെ ട്രെയിൻ ചെയ്താൽ മതി. ഇനി എങ്ങനെയാണ് ഈ ചിന്തകളെ ട്രെയിൻ ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ പ്രോസസ്സ്. കാരണം നമ്മളിൽ ഇന്നുള്ള ചിന്തകൾ പോലും നമ്മളുടെ ഉമ്മാൻ്റെ ഗർഭപാത്രത്തിലുള്ള സമയത്ത് മുതലേ നമ്മളുടെ മനസ്സിലേക്ക് കയറിക്കൂടിയിട്ടുള്ള ചിന്തകളുടെ റിഫ്ലക്ഷനാണ്. എങ്ങനെയാണ് നമ്മൾ ഉമ്മാൻ്റെ ഗർഭപാത്രത്തിലുള്ള സമയത്ത് ഉള്ള കാര്യം വരെ ഇപ്പോൾ എഫക്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടാകും, ഉമ്മ ഹാപ്പി ആയിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ, അതായത് ഗർഭിണിയായിട്ടുള്ള ഉമ്മ ഹാപ്പി ആയിട്ടുണ്ടെങ്കിലാണ് അതിൻ്റെ ഉള്ളിലുള്ള കുട്ടിക്ക് ഹാപ്പി ആകാൻ വേണ്ടിയിട്ട് പറ്റുക. അല്ലെങ്കിൽ അത് കുട്ടീനെ മെൻ്റലി ഫിസിക്കലി ബാധിക്കാൻ ചാൻസ് ഉണ്ട്. ഉമ്മ നല്ല അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, പ്രൊഡക്റ്റീവായിട്ടൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ അത് ആ കുട്ടിയിലേക്ക് പോസിറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യും എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ. അതായത് അന്ന് മുതൽ തന്നെ നമ്മളുടെ മനസ്സ് രൂപം കൊള്ളുകയും അന്ന് മുതൽ തന്നെ നമ്മളുടെ മനസ്സിലേക്ക് എനർജി വേസും മറ്റും മെസ്സേജസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഭാഷകൾ അറിയാത്ത സമയത്താണെങ്കിലും, നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്താണെങ്കിലും, നമ്മളുടെ ചുറ്റും നിന്ന് നമ്മളോട് പറഞ്ഞിട്ടുള്ള, നമ്മളെപ്പറ്റി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്റ്റിൽ നമ്മളുടെ ഉള്ളിൽ സ്റ്റോർഡാണ്. നമ്മളുടെ ബോധ മനസ്സിന് മാത്രമാണ് ഇതിനെ പറ്റിയിട്ട് യാതൊരു ബോധവും ഇല്ലാത്തത്. നമ്മളുടെ ഉപബോധ മനസ്സിലും നമ്മളുടെ അബോധ മനസ്സിലും നമ്മൾക്ക് കിട്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോഴും അവിടെയുണ്ട്. അപ്പം അന്ന് മുതലേ നമ്മൾക്ക് കിട്ടിയിട്ടുള്ള കുറേ പാറ്റേൺ ഉണ്ട്. അത് ആരുടെയും തെറ്റല്ല, സംഭവിച്ചു പോയിട്ടുള്ള കാര്യങ്ങളാണ്. അതുമൂലമാണ് നമ്മളിലേക്ക് വരുന്ന ചിന്തകൾ. കാരണം മനസ്സിൽ നിന്നാണ് ചിന്തകൾ വരുന്നത്. അപ്പോൾ ഈ മനസ്സിലേക്ക് മലിനമാകുന്ന ചിന്തകൾ ഉണ്ടായതുകൊണ്ട് തന്നെ അതിൽ നിന്നുണ്ടാക്കുന്ന ചിന്തകളും പലപ്പോഴും മലിനപ്പെടുകയാണ്. സോ ഇതിനെ നമുക്ക് പ്രോപ്പർ ട്രെയിനിങ്ങിലൂടെ കൊണ്ടുപോവുകയാണെങ്കിൽ ക്ലിയർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ചിന്തകളെ ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏത് ഏരിയയിലുള്ള ജീവിതമാണെങ്കിലും ഈസിലി നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. കാരണം ഈ ചിന്തകളുടെ റിഫ്ലക്ഷൻ തന്നെയാണ് നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത്.